ഹലോ. ഇന്നത്തെ നമ്മുടെ പാചകം ചെറിയൊരു ഐറ്റമാണ്. സോയാബീൻ ഫ്രൈ നമുക്ക് എങ്ങനെ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ. ഇത് ഇഞ്ചിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു അരമുറി ഇഞ്ചിയുണ്ട്, ഒരു 4 പച്ചമുളകുണ്ട്, ഒരു 2 വെളുത്തുള്ളി, 2 വലിയ ഉള്ളി. പിന്നെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെറിയ ഉള്ളിയാണ് ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും ടേസ്റ്റായിട്ട് വരുന്നത്. ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ അങ്ങോട്ട് ഒഴിച്ചേക്കാം കേട്ടോ. എണ്ണ ഒഴിക്കാൻ പോവാം. നമ്മൾ കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ. കടുക് പൊട്ടി ഇത്ര എണ്ണ എടുക്കാവുള്ളൂ. നമുക്ക് സോയാബീൻ ബോളാണ് കേട്ടോ. വലിയ സോയാബീൻ അല്ല, ചെറിയ ടൈപ്പാണ്, ബോൾ ടൈപ്പാണ്. അപ്പോൾ നല്ല പിഴിഞ്ഞ് നല്ല വെള്ളത്തിനകത്ത് ഇട്ടിരുന്ന് അത് എടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഉള്ളി അങ്ങോട്ട് ഇടാം. ചെറിയ ഉള്ളി ആദ്യം ഇടുകയാണ്. നിങ്ങൾ കണ്ടോ, നമ്മൾ ചെറിയ ഉള്ളി പച്ചമുളകും കൂടെ കീറിയത് ആദ്യം ഇട്ടു. ചെറിയ ഉള്ളി പച്ചമുളകും കൂടെ കീറിയത് ആദ്യം ഇടുകയാണ്. അതൊരു ഗോൾഡൻ കളറിലേക്ക് ആകുമ്പോഴത്തേന് നമുക്ക് സവാളയും ഇഞ്ചിയും കൂടി ഇടും. ഇഞ്ചിയാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ സവോളയും ഇഞ്ചിയും കൂടി ഇട്ടു കേട്ടോ. സവോളയും ഇഞ്ചിയും കൂടി ഇട്ടു. എത്ര എണ്ണ ഒഴിക്കാവുള്ളൂ, ഒത്തിരി എണ്ണ ഒഴിക്കരുത്. ഇതൊരു ഗോൾഡൻ കളറിലേക്ക് വരുമ്പോൾ നമുക്കതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇടണം. കാശ്മീരി മുളക് പൊടി ഒരു 2 സ്പൂൺ ഇടണം. അല്ല, ഒരു 1.5 സ്പൂൺ ഇട്ടാൽ മതി. പിന്നെ എരിവിൻ്റെ ആവശ്യമില്ല, പച്ചമുളക് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് എരിവ് ഉണ്ടല്ലോ. പിന്നെ ഗരം മസാല പൊടി ഇടണം. ഞാനത് കാണിക്കാം. അപ്പോൾ അത് നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇട്ടേ ഉണ്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതിനകത്തിട്ട് നമ്മൾ സ്വല്പം മല്ലിപ്പൊടി ഇടാൻ പോകാം കേട്ടോ. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ബീഫ് കറി വെക്കുന്ന അതേ ഐറ്റംസ് തന്നെയാണ് ഇതിനകത്ത് ഇടും വെക്കുന്നത് കേട്ടോ. മല്ലിപ്പൊടി ഇടണം, ഗരം മസാല ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം, സ്വല്പം കാശ്മീരി മുളക് പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ നല്ല കളർ ഇത്ര മതി. 1/2 കിലോയെ ഞാൻ സോയാബോൾ ഇടുന്നുള്ളൂ. അപ്പം ഇതിന് ധാരാളം അത് മതി. എന്നിട്ട് പൊടിക്ക് വെള്ളം ഒഴിക്കാൻ പോകും കേട്ടോ. ശക്കരം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുകി അതിലേക്ക് ബോൾ ഇടുക. നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ടായിരുന്നു കേട്ടോ. 1/2 സ്പൂൺ ഉപ്പിട്ട് വെച്ചാൽ മതി, ഒത്തിരി ഇടണ്ട. ആവശ്യമുള്ളവർക്ക് ഉപ്പ് കൂട്ടിയാൽ മതി കേട്ടോ. ഓക്കെ. അപ്പം അതിൻ്റെ കണക്കുണ്ടോ കിടക്കുന്നത്? ഇതാണ് അതിൻ്റെ കറക്റ്റ് കണക്കാണ്. ഇപ്പം തന്നെ സ്വല്പം വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, കണ്ടോ കുറുകി കിടക്കുന്നതാണ് അതിൻ്റെ കണക്ക്. കണ്ടോ, നമുക്ക് ഇതിനകത്തേക്ക് മുട്ട പുഴുങ്ങി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എഗ്ഗ് ഫ്രൈ കേട്ടോ. എഗ്ഗ് റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഗ്രേവി മാത്രം മതി പുട്ടിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കാനായിട്ട് പുട്ടേ കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്തോട്ട് നമുക്ക് ഇതിടാൻ പോവാം. എന്താ നമ്മുടെ ഐറ്റം? സോയാബോൾ കേട്ടോ. കണ്ടോ കണക്ക് കിടക്കുന്നുണ്ടോ? ഇതങ്ങോട്ട് പ്ലേറ്റിനകത്തോട്ട് ഒഴിച്ചാൽ തന്നെ ചോറിനാൻ നമുക്ക് ധാരാളം മതി. കേട്ടോ. കണ്ടോ സോയാബോൾ നമ്മൾ പറഞ്ഞ സംഭവം. അയ്യോ, സോയാബോൾ അങ്ങോട്ട് ഇട്ടു. നല്ല വെള്ളക്കടല കിടക്കുന്ന പോലെ കിടക്കുന്നു കേട്ടോ. ഇതധികം വേഗരുത്, വെന്ത് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോവും. ഇതേപോലെ തന്നെ ഷേപ്പിൽ കിടക്കണം ഇത് സംഭവം. വെള്ളം അതിനകത്ത് നിന്ന് ഇറങ്ങും. ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് വേവിച്ചെടുക്കുക.
ഇതിന് മുകളിൽ ഇച്ചിരി കറിവേപ്പില ഇടണം. കേട്ടോ, ഇനിയും കാണിക്കാം. നമ്മളെ സോയാ ബോൾ നല്ല പറ്റി വരുന്നതാണ്, നല്ല കണക്കിൽ. ഇത് വെള്ളക്കടലയല്ല കേട്ടോ, ഇത് വെള്ളക്കടലയല്ല, ഇത് സോയാ ബോളാണ് കേട്ടോ. ചെറിയ ടൈപ്പ് ബോളാണ്, നമ്മൾ കട്ട് ചെയ്യുന്ന ടൈപ്പല്ല. സോയാ ബോൾ നമ്മൾ ആദ്യം ഒരു വെള്ളത്തിലൊരു 8 മണിക്കൂർ ഇട്ടേച്ച് അതൊന്ന് പിഴിഞ്ഞ് 2-3 പ്രാവശ്യം പിഴിഞ്ഞിട്ടേ എടുക്കാവുള്ളൂ. കാരണം അതിനകത്ത് ഒത്തിരി ആസിഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതെല്ലാം ഒന്ന് കളഞ്ഞ്, അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞ്, നിങ്ങൾ കൈ കൊണ്ട് ഞെക്കി എടുക്കുമ്പോൾ മനസ്സിലാവും അതിനകത്ത് ആ വെള്ളത്തിനൊരു മഞ്ഞ കളറുണ്ട്. 8 മണിക്കൂർ ഇട്ടേച്ച് അത് കളഞ്ഞിട്ട് വേണം 2 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി. ഇതിപ്പോൾ പൊടിയാതിരിക്കുന്നുണ്ടോ, ഇതിപ്പോൾ കറക്റ്റാണ്. ഇതിനകത്ത് നമ്മൾക്ക് കുറച്ചൊരു കുരുമുളക് പൊടി 2 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ബീഫ് കഴിക്കുന്ന പോലെ കഴിക്കാം. ബീഫ് കഴിക്കാൻ പറ്റാത്തവർക്ക് ബീഫ് ഓർത്തങ്ങ് കഴിച്ചേച്ചാൽ മതി കേട്ടോ. അങ്ങനെയാണ്. കഞ്ഞിക്കൊക്കെ ഉഗ്രൻ സാധനമല്ല, കുത്തരി കഞ്ഞിയുടെ കൂടി അങ്ങോട്ട് ഇതിൽ 2 സ്പൂൺ അങ്ങോട്ടൊരു കുരുമുളക് പൊടി ഇട്ടിട്ട് അങ്ങോട്ട് കഴിക്കണം. നല്ല അടിപൊളിയായിട്ട് കഞ്ഞി കുടിക്കാം. ഒരു 2 പ്ലേറ്റ് കഞ്ഞി വേണമെങ്കിൽ കുടിക്കാം. ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടി ഇടാൻ പോവാം നല്ല. എന്നിട്ട് ഇച്ചിരി കഴിച്ചിട്ടേ ഉള്ളൂ അതായത്. ഇതൊക്കെയാണ് നല്ലത്. നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയി കഴിക്കുന്ന ഫുഡുകളിനെക്കാട്ടിൽ എന്തോ ബെറ്ററാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കാനുണ്ടല്ലോ. നമ്മൾ സ്വയം പ്രിപ്പറേഷനാണ്, വേറെ കെമിക്കലൊന്നുമില്ല. ഇപ്പോൾ മുളക് പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പാക്കറ്റ് മുളക് പൊടി ഇവിടെ മേടിക്കാറില്ല. നമ്മൾ മുളക് മേടിച്ച് പൊടിപ്പിക്കുക അവിടെ ചെയ്യുന്നത്. മഞ്ഞളും അങ്ങനെ, ഗരം മസാലയും അങ്ങനെ, പിന്നെ മല്ലിപ്പൊടിയല്ല, എല്ലാം അങ്ങനെ തന്നെ മല്ലി മേടിച്ച് പൊടിപ്പിക്കുക നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു മായം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. ഉള്ളത് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും, മറ്റു കുഴപ്പമൊന്നുമില്ലാതെ. ഓക്കെ, കണ്ടല്ലോ നല്ല കണക്ക്.